നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാന്റെ മരണം അത് കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് കുറിച്ചിട്ടുള്ള വാചകങ്ങൾ. ഇതിപ്പോൾ വലിയ രീതിയിൽ ചില ആശങ്കകൾക്കും അല്ലെങ്കിൽ ട്രംപ് എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ള ചോദ്യത്തിലേക്കുമാണ് ഇപ്പോൾ വഴി തെളിയിക്കുന്നത്. 48 മണിക്കൂറിനകം ഹോർമുസ് തുറക്കണമെന്നും ഇല്ലെങ്കിൽ ഊർജ നിലയങ്ങൾ തകർക്കുമെന്നും ട്രംപ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പിന്നാലെയാണ് പുതിയ പ്രസ്താവന. ട്രൂത്ത് സോഷ്യലിലെ പുതിയ പോസ്റ്റിലാണ് ട്രംപിൻ്റെ പരാമർശം. ഇറാന്റെ ഭരണത്തോടെ ഇനി അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രു തീവ്ര ഇടതുപക്ഷവും ഒട്ടും പ്രാപ്തിയില്ലാത്തവരുമായ ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. ഇക്കാര്യത്തിലുള്ള നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് നന്ദി എന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പറഞ്ഞിരിക്കുന്നത്. അമേരിക്കൻ പോർ വിമാനം വെടിവെച്ചിട്ടെന്ന് ഇറാൻ അവകാശപ്പെട്ടതിനിടെയാണ് ട്രംപിൻ്റെ പുതിയ പ്രസ്താവന എന്നതും ശ്രദ്ധേയമാണ്. US-ന്റെ F-15 യുദ്ധവിമാനം തകർത്തെന്ന് ഇറാൻ നേരത്തെ അവകാശപ്പെട്ടിരുന്നു. വിമാനം തകർക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും ഇറാൻ പുറത്തുവിട്ടു. ഹോർമുസിന്റെ തെക്കൻ തീരത്ത് വെച്ചാണ് വ്യോമ പ്രതിരോധ സംവിധാനം വിമാനം തകർത്തതെന്നും ഇറാൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. ഉപരിതലത്തിൽ നിന്ന് വായുവിലേക്ക് തൊടുത്തുവിടുന്ന മിസൈൽ ഉപയോഗിച്ചായിരുന്നു ആക്രമണമെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം ഇക്കാര്യത്തിൽ US-ഓ ഗൾഫ് രാജ്യങ്ങളോ പ്രതികരിച്ചിട്ടില്ല. നേരത്തെ US-ന്റെ F-35 പോർ വിമാനവും ഇറാൻ ആക്രമിച്ചിരുന്നു. US-ന് ഈ വിമാനം ആക്രമിക്കുന്ന ആദ്യത്തെ രാജ്യമാണെന്നാണ് ഇറാൻ അവകാശപ്പെട്ടത്. F-35 വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തിയതായും പിന്നീട് US സ്ഥിരീകരിച്ചിരുന്നു. ഹോർമുസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ കടുത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നായിരുന്നു ട്രംപിന്റെ മുന്നറിയിപ്പ്. 48 മണിക്കൂറായിരുന്നു ഇതിനു വേണ്ടിയിട്ട് ഇറാന് നൽകിയിരുന്നത്. അതിനുള്ളിൽ കപ്പൽ ഗതാഗതത്തിനായി പൂർണ്ണമായി ഹോർമുസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ഊർജ പ്ലാന്റുകൾ തകർക്കുമെന്നായിരുന്നു ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരുന്നത്. അതേസമയം തന്നെ ഇപ്പോൾ അതിൻ്റെ 24 മണിക്കൂറോളം പിന്നിട്ട് കഴിഞ്ഞിരിക്കുമ്പോൾ ഇപ്പോൾ ഇറാൻ ഭാഗികമായിട്ട് ഹോർമുസ് കടലിടുക്ക് തുറന്നിട്ടുണ്ട്. അതായത് മുഴുവനായിട്ടുള്ള രാജ്യങ്ങൾക്ക് വേണ്ടിയല്ല, തങ്ങളുടെ ശത്രു രാജ്യങ്ങൾക്കൊഴികെ ഇറാൻ ഹോർമുസ് കടലിടുക്ക് തുറന്നിരിക്കുന്നു എന്നുള്ള പ്രസ്താവന ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെയോ ഇസ്രായേലിൻ്റെയോ അല്ലെങ്കിൽ അവരുടെ മറ്റു സഖ്യകക്ഷികളുടെയോ കപ്പലുകൾക്ക് അതുവഴി കടന്നു പോകാൻ ഇപ്പോഴും സാധ്യമല്ല. പക്ഷേ മറ്റുള്ള രാജ്യങ്ങളിലെ കപ്പലുകൾക്ക് ഇതുവഴി കടന്നു പോകുന്നതിന് തടസ്സമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഇറാൻ അറിയിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് ഒരു ചെറിയ ഇറാൻ ഒന്ന് അയയുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോഴത്തെ ഈ ഒരു നീക്കം. ലോക എണ്ണ LNG വിതരണത്തിൻ്റെ 1/5 കടന്നു പോകുന്ന ഹോർമുസ് കടലിടുക്ക് അടച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇറാൻ ഇപ്പോഴും ആവർത്തിക്കുന്നത്. പക്ഷേ ഇതുവഴി കടന്നു പോകുന്ന കപ്പലുകൾക്ക് $2 മില്യൺ ഫീസ് ഇറാൻ ഏർപ്പെടുത്തിയതായാണ് വിവരം. ഇറാനിയൻ പാർലമെന്റിലെ സുരക്ഷാ കമ്മിറ്റി അംഗമായ അലായുദ്ദീൻ ബോറോജൻട്രിയാണ് ഈ വിവരം അറിയിച്ചത്. കടലിടുക്കിലെ ഇറാന്റെ പരമാധികാരം കാത്തു സൂക്ഷിക്കുന്ന വഴിയായാണ് ഫീസ് ഏർപ്പെടുത്തുന്നത്. കടലിടുക്ക് അടച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കുന്ന ഇറാൻ പക്ഷേ നിയന്ത്രണം അമേരിക്കയും ഇസ്രായേലും അടക്കം ശത്രു രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് മാത്രമാകും എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ഇറാനിലെ പവർ പ്ലാന്റുകൾ നശിപ്പിക്കും എന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിനിടെ ജപ്പാന്റെ എണ്ണ വിതരണത്തെ കപ്പലുകൾ കുഴപ്പങ്ങളില്ലാതെ കടലിടുക്ക് വഴി കടന്നുവെന്നും ജാപ്പനീസ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പശ്ചിമേഷ്യയിൽ US-ഉമായി ബന്ധമുള്ള ഊർജ്ജ കേന്ദ്രങ്ങൾ തകർക്കുമെന്നും മേഖലയിലെ ജലശുദ്ധീകരണശാലകൾ ആക്രമിക്കാൻ മടിക്കില്ലെന്നും ഇറാൻ അമേരിക്കൻ ഭീഷണിക്ക് മറുപടിയായി മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതായത് ഇങ്ങോട്ട് ഞങ്ങളുടെ ഊർജ പ്ലാന്റുകൾ ആക്രമിക്കുകയാണെങ്കിൽ തിരിച്ച് അങ്ങോട്ട് ജലശുദ്ധീകരണശാലകൾ. ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചും ഏറ്റവും പ്രധാനമാണ് അവരുടെ ജലശുദ്ധീകരണശാലകൾ. അവിടേക്ക് ആക്രമണം അഴിച്ചുവിടുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഇറാനും തങ്ങളുടെ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ ഊർജ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരെ ആക്രമണമുണ്ടായാൽ ഗൾഫ് മേഖലയിലെ അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ഊർജ വിവര സാങ്കേതിക വിദ്യ, പ്രത്യേകിച്ച്
ഉപ്പുവെള്ളം നിർവീര്യമാക്കൽ ഡീസലൈനേഷൻ പ്ലാന്റുകൾക്കെതിരെ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഇറാൻ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതൊരു പരമ്പരാഗത യുദ്ധത്തിന്റെ പരിധി കടന്ന അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമാക്കുന്ന ഒരു വ്യാപക സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുവെന്ന സൂചനയാണ് നൽകുന്നത്. അതായത് അടിസ്ഥാന സൗകര്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണം തുടരുകയാണെങ്കിൽ ഇവിടെ ബുദ്ധിമുട്ടുന്നത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ തന്നെയാണ്. ഗൾഫ് രാജ്യങ്ങളുടെ സാഹചര്യത്തിൽ ഡീസലൈനേഷൻ പ്ലാന്റുകളുടെ പ്രാധാന്യം വളരെ വലുതാണ്. ഈ രാജ്യങ്ങൾ കുടിവെള്ളത്തിനായി പ്രധാനമായും കടൽവെള്ളം ശുദ്ധീകരിക്കുന്ന ഈ സംവിധാനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. അത്തരത്തിലുള്ള പ്ലാന്റുകൾക്ക് നേരെ ഉണ്ടാകുന്ന ഒരു ആക്രമണം സാധാരണ സൈനിക നഷ്ടം മാത്രമല്ല, ലക്ഷക്കണക്കിന് ആളുകളുടെ ദൈനംദിന ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ഒരു മനുഷ്യാവകാശ പ്രതിസന്ധിയിലേക്ക് നയിക്കാൻ സൗദി അറേബ്യയിലെ ജുബൈൽ പോലുള്ള വലിയ പ്ലാന്റുകൾക്ക് നേരെയുണ്ടാകുന്ന ആക്രമണം ലക്ഷക്കണക്കിന് ജനങ്ങളെ കുടിയൊഴിപ്പിക്കേണ്ട സാഹചര്യം സൃഷ്ടിക്കുമെന്നാണ് റിപ്പോർട്ടുകൾക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. ഹോർമുസ് കടലിടുക്കിന് ഭീഷണി ഉയർത്തിയ ഇറാന്റെ ശേഷി തകർത്തതായും US സൈന്യം അവകാശപ്പെട്ടിരുന്നു. ക്രൂയിസ് മിസൈലുകളും മറ്റ് ആയുധങ്ങളും സൂക്ഷിച്ചിരുന്ന ഭൂഗർഭ കേന്ദ്രത്തിന് നേരെ ഈ ആഴ്ച നടന്ന ബോംബാക്രമണത്തിലൂടെയാണ് ഇത് സാധ്യമായതെന്നും US വ്യക്തമാക്കി. ലോകത്തെ എണ്ണയുടെ 1/5 കടന്നു പോകുന്ന ഹോർമുസ് കടലിടുക്ക് ഇറാന്റെ ഭാഗികമായി അടച്ചതോടെയാണ് അവിടുത്തെ മിസൈൽ കേന്ദ്രങ്ങൾ തകർക്കാൻ US സൈന്യം ബോംബുകൾ പ്രയോഗിച്ചത്. അതേസമയം ഇറാനെതിരായ സൈനിക നടപടികൾ ശക്തമാക്കുമെന്ന അമേരിക്കയുടെ മുന്നറിയിപ്പുകൾക്കിടെ ബ്രിട്ടന്റെ ആണവ അന്തർവാഹിനിയായ HMS ആൻസോൾ അറബിക്കടലിൽ എത്തിയതായി ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്തു. മാർച്ച് 6 ഓസ്ട്രേലിയൻ നഗരമായ പെർത്തിൽ നിന്ന് പുറപ്പെട്ട അന്തർവാഹിനി ഹോർമുസ് കടലിടുക്കിന് സമീപമുള്ള വടക്കൻ അറബിക്കടലിൽ നിലയുറപ്പിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. 1600 കിലോമീറ്റർ പരിധിയുള്ള ടോമഹോക്ക് മിസൈലുകളും ടോർപിഡോകളും ഈ അന്തർവാഹിനിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇറാന് നേരെ ആക്രമണം നടത്താൻ ബ്രിട്ടീഷ് സൈനിക താവളങ്ങൾ ഉപയോഗിക്കാൻ അമേരിക്കയെ അനുവദിക്കാമെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സമ്മതിച്ചതിന് പിന്നാലെയാണ് ഈ നീക്കം. അതിനിടെ ഇസ്രായേലിലെ തെക്കൻ നഗരമായ ഡിമോണയിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 39 പേർക്ക് പരിക്കേറ്റു. 3 നില കെട്ടിടം ഉൾപ്പെടെ നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. 24 മണിക്കൂറുടെ 5ാം തവണയാണ് ഡിമോണയിൽ മിസൈൽ ആക്രമണം ഉണ്ടാകുന്നതെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഷിമോൺ പെരേസ് നിഗേവ് ന്യൂക്ലിയർ റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ഡിമോണയിലാണ്. മിസൈൽ ആക്രമണത്തിന്റെ ന്യൂക്ലിയർ റിസർച്ച് സെന്ററിൽ തീപിടുത്തമുണ്ടായെന്ന റിപ്പോർട്ടുകളുണ്ട്. ആണവ വികിരണം സംഭവിച്ചിട്ടില്ലെന്ന് രാജ്യാന്തര ആണവോർജ്ജ ഏജൻസികൾ അറിയിച്ചു. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും രാജ്യാന്തര ആണവോർജ്ജ ഏജൻസി തലവൻ റഫാൽ ഗ്രോസി പറഞ്ഞു. ആണവ നിലയങ്ങൾക്ക് സമീപം പരമാവധി സൈനിക നിയന്ത്രണം പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഗാർസിയ ആക്രമണത്തിന് പിന്നാലെ നദാൻസ് ആണവ നിലയത്തിന് നേരെയുണ്ടായ ആക്രമണത്തിന്റെ മറുപടിയാണെന്നാണ് ഇറാൻ പ്രതികരിച്ചത്. ആക്രമണം തുടർന്നാൽ യുദ്ധതന്ത്രം മാറുമെന്ന് മുന്നറിയിപ്പ് നൽകിയാണ് ഇറാൻ മുന്നേറുന്നത്. മാത്രമല്ല 3 ആഴ്ചകളെടുത്ത് ശത്രുക്കളുടെ വീഴ്ച മനസ്സിലാക്കി തിരിച്ചടി നൽകിയെന്നാണ് ഇറാന്റെ അവകാശവാദം.